നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ ലൂയിസ് പുണ്യവാൻ്റെ സമീപത്തിരിക്കുന്ന ഈ തിരുശേഷിപ്പ് ഏത് പുണ്യാത്മാവിൻ്റേതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പാണ്. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിലെ പുത്തഞ്ചിറ എന്ന ഗ്രാമത്തിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു സന്യാസിനിയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. 1776 ഏപ്രിൽ 26 ചെർമിൽ തോമന്റെയും താണ്ടയുടെയും മൂന്നാമത്തെ മകളായി മറിയം ത്രേസ്യ ജനിച്ചു. ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് മറിയം ത്രേസ്യ ജനിച്ചത്. തന്റെ 12-ാം വയസ്സിൽ അമ്മ മരിച്ചതിനു ശേഷം മുഴുവൻ സമയവും പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. 3 കൂട്ടുകാരികളോടൊപ്പം ഇടവക പള്ളിയിലെ ശുശ്രൂഷകളെല്ലാം ഏറ്റെടുത്തു. പള്ളിയും പരിസരവും വൃത്തിയാക്കുക, അൽത്താര അലങ്കരിക്കുക, പാവങ്ങളെയും രോഗികളെയും അനാഥരെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശുശ്രൂഷിക്കുക, സഹായിക്കുക ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനത്തിൽ മുഴുകിയിരുന്ന മറിയം ത്രേസ്യ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളും കുരിശു മരണവും യഥാർത്ഥത്തിൽ അനുഭവിച്ചിരുന്നിട്ടുണ്ടത്രേ. 1914 മെയ് 14 മറിയം ത്രേസ്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഹോളി ഫാമിലി സന്യാസിനി സഭ. കുടുംബങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒട്ടേറെ നന്മപ്രവൃത്തികൾ ചെയ്ത മറിയം ത്രേസ്യ കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1926 ജൂൺ 8 തൻ്റെ 50-ാമത്തെ വയസ്സിൽ കുഴിക്കാട്ടുശ്ശേരി മഠത്തിൽ വെച്ച് മറിയം ത്രേസ്യ ഇഹലോകവാസം വെടിഞ്ഞു. കുഴിക്കാട്ടുശ്ശേരി മഠത്തിനോടനുബന്ധിച്ചിട്ടുള്ള പള്ളിയുടെ തറയിലാണ് മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. 2000 ഏപ്രിൽ 9 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2019 ഒക്ടോബർ 13 വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയെ അടക്കം ചെയ്തിരിക്കുന്ന കുഴിക്കാട്ടുശ്ശേരി പള്ളി നമുക്ക് വളരെ അടുത്താണ്. നമുക്ക് അവിടെ സന്ദർശിച്ച് അനുഗ്രഹം യാചിക്കാം. വിശുദ്ധയെ പോലെ സമൂഹത്തിനു വേണ്ടി നന്മകൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി.